വളരെ പ്രാർത്ഥനയോടെ നമുക്കൊരു വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം, അതിൻ്റെ 53 മുതൽ 58 വരെയുള്ള വേദഭാഗങ്ങൾ. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം, അതിൻ്റെ 53 മുതൽ 58 വരെയുള്ള വേദഭാഗങ്ങൾ. ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ട് തൻ്റെ പിതൃനഗരത്തിൽ വന്നു അവരുടെ പള്ളിയിൽ അവർക്ക് ഉപദേശിച്ചു. അവർ വിസ്മയിച്ചു, ഇവന് ഈ ജ്ഞാനവും വീര്യപ്രവർത്തികളും എവിടെ നിന്ന്? ഇവൻ തച്ചൻ്റെ മകനല്ലയോ? ഇവൻ്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശിമോൻ, യൂദ എന്നിവരല്ലയോ? ഇവൻ്റെ സഹോദരികളും എല്ലാം നമ്മോടുകൂടെ ഇല്ലയോ? ഇവന് ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. യേശു അവരോട്, ഒരു പ്രവാചകൻ തൻ്റെ പിതൃനഗരത്തിലും സ്വന്തം ഭവനത്തിലുമല്ലാതെ ബഹുമാനമില്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞു. അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികളെ ചെയ്തില്ല. മതി. പ്രൈസലോ. യേശു കർത്താവിൻ്റെ ജീവിതം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശു കർത്താവിൻ്റെ ജനനം എപ്രകാരം സംഭവിക്കുന്നു എന്ന് പറയുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ ഹെരോദ രാജാവ് ആ കുഞ്ഞിനെ ഇല്ലാതെയാക്കുവാൻ വേണ്ടി പദ്ധതികൾ ഒരുക്കുന്നതും, അത് സർവശക്തനായ ദൈവം യോസഫിനോട് തൻ്റെ ദൂതൻ മുഖാന്തരമായിട്ട് സംസാരിക്കുകയും ആ കുടുംബത്തെ അവിടെ നിന്ന് മിസ്രൈമിലേക്ക് പറഞ്ഞയക്കുന്നതും നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു. പ്രൈസലോ. അതിനുശേഷം ചില നാളുകൾ മുന്നോട്ട് കടന്നു പോകുന്നു. രാജാവിൻ്റെ മരണം സംഭവിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ വീണ്ടും സംസാരിക്കുകയാണ്. അവർ മടങ്ങി വരികയാണ്. മടങ്ങി വന്ന് ഗലീല പ്രദേശത്ത് അവർ കടന്നു വരുമ്പോൾ ഈ ഹെരോദ രാജാവിൻ്റെ മകൻ അവിടെ രാജാവായിരിക്കുന്നു എന്നറിഞ്ഞ് അവർ ഭയപ്പെടുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് അവിടെ ഉണ്ടായിട്ട് പ്രൈസ് ലോർഡ്, അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി അരുളി ചെയ്തതുപോലെ നസ്രേത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ലോർഡ്. അപ്പോൾ യേശു കർത്താവ് നസ്രേത്തുകാരൻ എന്ന് അറിയപ്പെടണം എന്നുള്ളത് ഒരു പ്രവചന നിവർത്തീകരണമാണ്. ഇതിനു മുമ്പ് ദൈവം മുൻകൂട്ടി പദ്ധതി ഇട്ടിരിക്കുന്ന ഒരു വിഷയമാണ്. സ്തോത്രം. ദൈവമക്കളെ, പ്രാരംഭമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ പലപ്പോഴും തിരഞ്ഞെടുക്കുന്ന ചില വഴികൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും ആ വഴികൾ പ്രൈസ് ലോർഡ് ദൈവത്തിൻ്റെ വഴികളാണ് എന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാതെ പോകാറുണ്ട്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു വഴിയിലേക്ക് തിരിയുവാൻ ആഗ്രഹിച്ച് അത് നടക്കാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിനകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് പലപ്പോഴും നിരാശപ്പെട്ടു പോകാറുണ്ട്. ഒരു നിരാശയുടെ വാക്കായിട്ട് അത് പറയാറുണ്ട്. ഞാൻ പ്രതീക്ഷിക്കാത്തത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നത് സംഭവിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു നിരാശ പറഞ്ഞ് നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ ഇരിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവം മുൻനിശ്ചയിച്ച ഒരു വഴിയിലൂടെ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും കടന്നു പോകുവാൻ കഴിയത്തുള്ളൂ. പ്രൈസലോ. അപ്പൊ ചില വഴികൾ നമ്മൾ പറയും ഹല്ലേലൂയ, അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ദൈവവചനം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ മുൻ നിശ്ചയവും മുൻ നിർണയപ്രകാരവും ദൈവം നമ്മുടെ മുമ്പിലേക്ക് തുറക്കപ്പെടുന്ന ചില വഴികൾ ആ വഴികളിലൂടെ നമ്മൾ കടന്നു പോകുവാൻ ദൈവസന്നിധിയിൽ തയ്യാറാകേണ്ടത് ആവശ്യമാണ്. പ്രൈസലോ. ഒന്നും കൂടെ വ്യക്തമായി പറഞ്ഞാൽ, നമ്മുടെ മനസ്സിനകത്തുള്ള നിരാശയുണ്ടല്ലോ, ഹല്ലേലൂയ, ഞാൻ പ്രതീക്ഷിച്ച് നടക്കുന്നില്ലെന്നുള്ള നിരാശ. പ്രൈസലോ. ആ നിരാശ ഇന്ന് പകൽക്കാലം മാറ്റിക്കളഞ്ഞിട്ട് നമ്മൾ ആയിരിക്കുന്നത് ഒരു ദൈവഹിതത്തിനകത്താണെന്നും അതിനകത്തൊരു ദൈവിക പ്രവൃത്തിയുണ്ടെന്നും പദ്ധതിയുണ്ടെന്നും ദൈവമക്കളെ നമുക്ക് വിശ്വസിച്ചിട്ട് ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടവരണമെന്ന് ദൈവവചന ശക്തി
ശക്തമായിട്ട് നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസലോ. ഒന്നും കൂടെ വ്യക്തമായി പറയട്ടെ, നമ്മൾ ദൈവഹിതത്തിലാണ് നിൽക്കുന്നത്. പ്രൈസലോ, ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ചിന്ത എന്താണ്? നമ്മൾ ആഗ്രഹിച്ച വഴി നടന്നില്ലല്ലോ. പ്രൈസലോ. ആ നിരാശയ്ക്കകത്ത് നിൽക്കുമ്പോൾ ദൈവഹിതമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ദൈവഹിതത്തിലാണ് നിൽക്കുന്നത്. പ്രൈസലോ. ആ ദൈവഹിതത്തിൽ നിൽക്കുമ്പോഴും ആമേൻ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടേണ്ട വിടുതൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? നമ്മുടെ മനസ്സ് നമ്മളോട് തന്നെ ഒരു നിരാശയുടെ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ആമേൻ, ഞാൻ ആഗ്രഹിച്ച് നടന്നില്ലല്ലോ, ഞാൻ ആഗ്രഹിച്ച വഴി തുറന്നില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളാണല്ലോ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് നമ്മുടെ ജീവിതമായിരിക്കുകയാണ്. ദൈവഹിതത്തിലാണ് ആമേൻ നമ്മൾ ആയിരിക്കുന്നതെങ്കിലും നമുക്ക് ദൈവത്തിൻ്റെ വിടുതൽ അനുഭവിക്കാനോ സന്തോഷം അനുഭവിക്കാനോ കഴിയാത്ത സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഹൃദയങ്ങളോട് സംസാരിക്കുകയാണ്. ദൈവമക്കളെ, നമ്മൾ ദൈവമക്കളാണെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? പ്രൈസലോ. നമ്മുടെ മുകളിൽ കർത്തൃത്വം നടത്തുന്നത് കർത്താവാണെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? പ്രൈസലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളായിരിക്കുന്ന ദൈവഹിതത്തിനകത്ത. പ്രൈസലോ. ദൈവഹിതമല്ലാത്ത വഴികളെല്ലാം ദൈവം അടച്ചെന്ന് വരാം. പ്രൈസലോ. നമ്മളെ നിർബന്ധിച്ച് ചില ഡിസിഷനുകൾ ദൈവം ഏൽപ്പിച്ചെന്ന് വരാം. പ്രൈസലോ. ആമേൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിരാശപ്പെട്ട് സമയം കളയുകയല്ല വേണ്ടത്. എനിക്ക് ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച്, എനിക്ക് ദൈവം തന്ന ടാലന്റിനനുസരിച്ച് ഞാൻ ഇന്നായിരിക്കുന്ന മേഖലകളിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടവരുന്നുവെങ്കിൽ അതിൻ്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തിയാണെന്ന് വചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസലോ. നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുന്ന സാഹചര്യം മാറാനാ. പ്രൈസലോ. ദൈവമക്കളെ, സാഹചര്യം മാറാൻ പ്രാർത്ഥിക്കുകയല്ല, മറിച്ച് നമ്മൾ നിൽക്കുന്ന അകത്ത് ദൈവഹിതം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഒന്നും കൂടെ ഞാൻ പറയട്ടെ, സാഹചര്യം മാറാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ അകത്ത് ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മളെ ദൈവം ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ അതിൻ്റെ അകത്തളങ്ങളിൽ നിവർത്തിക്കുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും, അവിടെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചന ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നും കൂടെ വചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, ദൈവഹിതം അതിൽ തന്നെ പൂർണ്ണതയുള്ളതാ. പ്രൈസലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച വഴി പോകാൻ പറ്റിയില്ല, നമ്മൾ ആഗ്രഹിച്ച കോഴ്സിൽ ചേരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ജോലി കിട്ടിയില്ല, നമ്മൾ ആഗ്രഹിച്ച ദേശത്ത് പോകാൻ പറ്റിയില്ല. ആമേൻ. നിരാശപ്പെട്ടു പോകേണ്ട ആവശ്യമൊന്നുമില്ല. പ്രൈസലോ. ദൈവം മുൻനിർണയിച്ചത് നിർണയിക്കപ്പെട്ടതുപോലെ നമ്മളെ നടത്തുമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം ഹൃദ്യമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇന്ന് ആയിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടവരണമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസലോ. ആ നിരാശ നമുക്ക് പുറത്ത് കളയാം. ആ നിരാശയുള്ളത് കൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റാത്തത്, ആ നിരാശയുള്ളത് കൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഒരു മല്ലുപിടുത്തം. ഹല്ലേലൂയ. ആ നിരാശയുള്ളത് കൊണ്ട് അവൻ ഒരു പിറുപിറുപ്പ്. പ്രൈസലോ. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ നോക്കുകയാ, നമ്മളെ വ്യക്തമായി കാണുകയാ, എന്നിട്ട് നമ്മളോട് പറയുക, നിങ്ങളായിരിക്കും ദൈവഹിതത്തിനകത്താണെന്ന് ഒന്ന് വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയുന്നു? പ്രൈസലോ. ആമേ. ചില വഴികൾ അടച്ചിട്ട് ചില വഴികൾ തുറന്ന് നമ്മളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് ദൈവഹിതമാണ്, ഞാൻ ദൈവഹിതത്തിനകത്താണ്, എൻ്റെ കുടുംബം ദൈവഹിതത്തിനകത്താണ്, എൻ്റെ തലമുറ ദൈവഹിതത്തിനകത്താണ്. ഇതിനകത്ത് ഞാൻ നിരാശപ്പെടുകയല്ല, ഇതിനകത്തിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കുവാൻ ആമേൻ ഇടവരണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തോട് ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസലോ. അപ്പോൾ അവൻ നസ്രയനാണെന്ന് അറിയപ്പെടുമെന്നുള്ളത് മുൻ നിശ്ചയിക്കപ്പെട്ട ഒരു കാര്യമാണ്. സ്തോത്രം. സർവശക്തനായ ദൈവം തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻ അരുളി ചെയ്ത ഒരു കാര്യമാണ്, അവൻ നസ്രേത്തുകാരൻ എന്ന് അറിയപ്പെടും. അതിനുവേണ്ടി ആമേൻ ചില സാഹചര്യങ്ങൾ പ്രതികൂലമായി അങ്ങനെയൊന്ന് ചിന്തിച്ചേ. പ്രൈസലോ. അവൻ നസ്രേനാണെന്ന് അറിയപ്പെടും എന്നുള്ളത് മുൻകൂട്ടി എഴുതി വച്ചിരിക്കുകയാണ്. പ്രൈസലോ. അപ്പം നമ്മൾ പറയും, ആമേ ഹെരോദാവ് എതിരായി തീർന്നല്ലോ, ഹെരോദാവ് കൊന്നുകളയാൻ വേണ്ടി ശ്രമിച്ചു. ഇതെല്ലാം നമുക്ക് പ്രതിസന്ധിയാണ്. പ്രൈസലോ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നു, മുൻകൂട്ടി ദൈവം നിശ്ചയിച്ച
ഒരു കാര്യമുണ്ടെങ്കിൽ ആ കാര്യത്തിലേക്ക് എന്നെ കൊണ്ടുവരുവാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ പ്രതികൂലമല്ല, അത് ദൈവത്തിൻ്റെ കരത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കുവാൻ നമുക്കിടവരുന്നുവെങ്കിൽ ആമേൻ അതരങ്ങളെ തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം മനസ്സിലായോ? ഹല്ലേലൂയ. ചില വിഷയങ്ങളിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ പറയും ഇത് പ്രതിസന്ധിയാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ പറയും ഞാൻ ആഗ്രഹിച്ച് നടക്കുന്നില്ലല്ലോ, എൻ്റെ ഇഷ്ടങ്ങൾ നടക്കുന്നു, ഞാൻ പ്രാർത്ഥിച്ചത് വെറുതെയായോ, ഞാൻ ഉപവസിച്ചത് വെറുതെയായോ എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ ഒരു കാര്യം ദൈവം മുൻകൂട്ടി എഴുതി വച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മളെ കൊണ്ടുവരുവാൻ വേണ്ടി ചില സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമാക്കി ഒരു വശം ദൈവം തീർത്തെന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. അത് നമ്മളെ തകർക്കുവാൻ വേണ്ടി അല്ലെന്നാണ് ദൈവത്തിൻ്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങളെ പറക്ക പഠിപ്പിക്കുന്നത് പോലെ പ്രൈസ് ദി ലോർഡ് അതുവരെ ഉണ്ടായിരുന്ന സംരക്ഷണങ്ങൾ ഓരോന്നോരോന്നായി കൊത്തിപ്പറിച്ച് പുറത്തേക്ക് കളഞ്ഞിട്ട് ആമേൻ അവസാനത്തെങ്കിൽ അവർക്ക് ആശ്രയമുള്ള ആ മുള്ള് ആമേൻ ഹല്ലേലൂയ ആ കമ്പുകൾ കൂടെ കൊത്തിപ്പറിച്ച് കളയുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഈ ഉയർന്ന പർവ്വതത്തിൽ നിന്ന് ഈ കഴുക കുഞ്ഞുങ്ങളെല്ലാം താഴോട്ട് വീഴാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. വീഴാൻ തുടങ്ങുമ്പോൾ ഈ തള്ളക്കഴുക ചെന്ന് ആ ചിറക് വിരിച്ച് ആ ചിറകിമേ വഹിച്ച് വീണ്ടും മുകളിലേക്ക് ഉയർന്ന് പകർക്കും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും അതിനെ താഴേക്ക് ഇടുമ്പോൾ പയ്യെ പയ്യെ ചെറിയ ചിറകുകളൊന്ന് ചലിപ്പിച്ച് തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. കുറച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ആമേൻ ഈ കുഞ്ഞുങ്ങൾ പറക്കാൻ വേണ്ടി പഠിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങൾ ആമേൻ സ്വയമായിട്ട് ജീവിക്കുവാൻ വേണ്ടി ആമേൻ പഠിക്കുകയാ. അവരുടെ ജീവിതത്തിന് ആവശ്യമുള്ളത് കരുതിയെടുക്കുവാൻ വേണ്ടിയുള്ള ശക്തി അവരുടെ ശരീരത്തിലേക്ക് കടന്നു വരികയാ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് എന്നെയും നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് മുൻകൂട്ടി ദൈവം എഴുതി വച്ചിരിക്കുകയാ. ആമേ ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവ പൈതലിനെ കുറിച്ച് വചനം പറയും നമ്മൾ ദൈവത്തിന്റെ വകയാ. ദൈവമാ നമ്മളെ നടത്തുന്നത്, ദൈവമാ നമ്മളെ പരിപാലിക്കുന്നത്, നമ്മുടെ തലമുറകളെ നടത്തുന്ന ദൈവമാ, അവരുടെ ഭാവി എഴുതി വച്ചിരിക്കുന്ന ദൈവമാ. അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടേണ്ട വിടുതലുകളെ കുറിച്ച് ആമേ വ്യക്തമായി പറയുവാൻ കഴിയുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത് എന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയുവാൻ വചനം വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നസ്രേത്തുകാരൻ എന്ന് അറിയപ്പെടും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ നസ്രേത്തിന്റെ അവസ്ഥ എന്താണ്? യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈ നസ്രേത്തിന്റെ അവസ്ഥ എന്താണെന്ന്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 46-ാമത്തെ വേദഭാഗം ഒന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. നഥനയേൽ അവനോട് നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു. നമുക്കറിയാവുന്ന ഭാഗമാണ്. ഫിലിപ്പോസ് നഥനയേലിനെ വിളിക്കുകയാണ് യേശുവിനെ കാണുവാൻ വരുവാൻ. അപ്പോൾ ആമേൻ നഥനയേൽ പറയുന്ന ഒരു കാര്യം, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? പ്രൈസ്. ഇതൊരു പഴഞ്ചൊല്ല് പോലെ അവരുടെ ഇടയിൽ ആമേ കടന്നു വന്നതാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? നസ്രയത്ത് ഒരു വിടുതലിനെ അതുവരെ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവമക്കളെ ശ്രദ്ധിക്കുക. ആമേൻ. യേശു നസ്രേത്തുകാരൻ എന്ന് അറിയപ്പെടണമെന്ന് പ്രവാചകമാ മുൻകൂട്ടി എഴുതി വച്ചിരിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ആ നസ്രേത്തിൽ യേശു വന്ന് ജീവിക്കുകയാ. ആമേൻ. ആ കുടുംബം അവിടെ ആയിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ നഥനയേൽ പറയുന്ന ഒരു കാര്യം, നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. യേശുവിൻ്റെ അടുക്കലേക്ക് വരാൻ പറയുന്നു. യേശുവിൻ്റെ അടുക്കൽ വരുന്നു. അവൻ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, അവൻ്റെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ ആ കാഴ്ചപ്പാട് മാറി കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ കാഴ്ചപ്പാട് മാറി. അവന് യേശു ദൈവപുത്രനാണെന്നുള്ള വലിയ വെളിപ്പാട് ആമേൻ നഥനയേൽ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം മനസ്സിലാക്കണം. ആമേൻ. യേശു നസ്രേത്തുകാരൻ എന്ന് അറിയപ്പെടണം എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതി. ഹല്ലേലൂയ. ആ നസ്രേത്തിന്റെ അവസ്ഥ എന്താണ്? നസ്രേത്തിൽ നിന്ന് ഒരു നന്മയും വരത്തില്ലെന്ന് ആമേൻ അവിടെയുള്ള ജനം തന്നെ പറയുകയാണ്. ഞങ്ങളുടെ നസ്രേത്ത് ഒരു വിടുതലും കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നസ്രേത്തിൽ ആമേൻ ഏതെങ്കിലും ഒരു വിടുതലല്ല, ഏതു വിടുതലും കൊടുക്കുവാൻ കഴിയുന്ന ആമേൻ മശിഹയാണ് ആ നസ്രേത്തിനകത്ത് നസ്രേത്തുകാരൻ എന്നറിയപ്പെടുന്ന നിലകളിൽ ദൈവമാക്കി വച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ മശിഹയെ അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് അവരെന്താ പറയുന്നത്? നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ
തരുമോ എന്ന പ്രൈസലോ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് ഹല്ലേലൂയ നസ്രത്ത് എങ്ങനെ ഇരുള് ആമേൻ പ്രാപിച്ചു കിടക്കുന്നുവോ ആമേൻ ആ ഇരുളിനെ മാറ്റുവാൻ കഴിയുന്നവൻ നസ്രേത്തുകാരൻ എന്നറിയപ്പെടുവാൻ ദൈവം മുൻകൂട്ടി പദ്ധതികളെ ഒരുക്കിയെങ്കിൽ നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ്, നമ്മുടെ രക്ഷകനായ നമ്മുടെ കർത്താവ്, ആമേൻ നമ്മളെ ഇരുളിൽ നിന്ന് വീണ്ടെടുത്ത കർത്താവ്, പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വീണ്ടെടുത്ത കർത്താവ്, അവൻ ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന കർത്താവാകയാൽ എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയുവാൻ കഴിയോ എൻ്റെ ജീവിതത്തിന്റെ നസ്രേത്തിന്റെ അവസ്ഥ മാറ്റുവാൻ കഴിയുന്ന ഒരു നല്ലവനായ ദൈവത്തെയാണ് ഞാൻ ഇന്ന് പകൽക്കാലം സേവിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് ഹൃദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസലോ. അപ്പൊ നോക്കിക്കേ, ഒരു വിടുതൽ പ്രാപിക്കാനുള്ള എല്ലാ സാധ്യതയും ആ ദേശത്തിന് ദൈവം നൽകി. എന്നാൽ അതിനകത്ത് ഒരു നദനീലിന് മാത്രമേ വെളിപ്പാട് കിട്ടിയുള്ളൂ. പ്രൈസലോ. ഇവൻ ആരാ? ദൈവത്തിൻ്റെ പുത്രൻ. പ്രൈസലോ. ബാക്കിയുള്ളവർ യേശുവിനോട് ചെയ്ത രണ്ട് സംഭവങ്ങൾ ഞാൻ പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുന്നത്. പ്രൈസലോ. നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാൻ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിൻ്റെ 32-ാമത്തെ വേദഭാഗം. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിന്റെ 32-ാമത്തെ വേദഭാഗം. അവന്റെ വചനം അധികാരത്തോടെ ആകയാൽ അവർ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവിടെ പള്ളിയിൽ അശുദ്ധ ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ നസ്രയനായ യേശുവേ, വിടു, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നിരിക്കുന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു. മതി. അതിന് 29 കൂടി ഒന്ന് വായിച്ചാട്ടെ. അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. അവനോ അവരുടെ നടുവിൽ കൂടി കടന്നുപോയി. ആമേൻ. നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന യേശു കർത്താവ് ആമേൻ ഉപവസിച്ചു, പിശാച് പരീക്ഷിച്ചു. അതിനുശേഷമായിട്ട് ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്ന് അവിടെയെല്ലാം ആമേൻ പ്രൈസലോ അവനെക്കുറിച്ചുള്ള സ്തുതി പടരുകയാ. അവരുടെ പള്ളിയിൽ അവൻ ഉപദേശിക്കുക. അതിനുശേഷം അവൻ വളർന്ന നസ്രേത്തിലേക്ക് യേശു കർത്താവ് വരികയാണ്. ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ തന്നെക്കുറിച്ച് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം അത് വിടർത്തി യേശു കർത്താവ് വായിക്കുകയാണ്. അത് ഇപ്രകാരം എഴുതിയിരിക്കുന്ന 4-ാമത്തെ വാക്യാണ്: ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവന് ആ പുസ്തകം മടക്കി ശുശ്രൂഷക്കാർക്ക് തിരികെ കൊടുത്തിട്ട് ഇരുന്നിട്ട് അവൻ പറയുകയാണ്: ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു. പ്രൈസൽ. അപ്പോൾ നോക്കുക, ആമേൻ. യെശയ്യാ പ്രവാചകൻ മുൻകൂട്ടി കർത്താവിനെ കുറിച്ച്, കർത്താവിൻ്റെ പ്രവർത്തന മണ്ഡലത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പ്രവചന ദൂതിനെ ആമേൻ കർത്താവ് വായിച്ചിട്ട് ആമേൻ അത് മടക്കിയ പുസ്തകം അവരുടെ കൈ കൊടുത്തിട്ട് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്: ഇന്ന് നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ആമേൻ ഇതിനൊരു നിവർത്തീകരണം സംഭവിച്ചിരിക്കുകയാ. ആരോടാ പറയുന്നത്? നസ്രേത്തിലുള്ളവരോടാ പറയുന്നത്. പ്രൈസലോ. ആമേൻ. നസ്രേത്തുകാരൻ എന്നറിയപ്പെടുന്ന യേശു, ആമേൻ നസ്രേത്തിൽ വളർന്ന യേശു. പ്രൈസലോ. അവരുടെ മധ്യത്തിങ്കൽ ഹല്ലേലൂയ ആമേൻ ജീവിച്ച യേശു. പ്രൈസലോ. അവരുടെ നടുവിലേക്ക് കടന്നു വന്നിട്ട് അവരോട് പറയുകയാണ്: പ്രൈസലോ, ഞാൻ ആരാണ്? നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന മശിഹയാണ്. പ്രൈസലോ. ആമേൻ. എൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച. ആമേൻ. പ്രൈസലോ. കർത്താവിൻ്റെ പ്രസാദ വർഷം. പ്രൈസലോ. അപ്പോൾ ആമേൻ ബന്ധനത്തിൽ കിടക്കുന്ന ആ ജനത്തിന് വിടുതൽ കൊടുക്കുവാൻ. പ്രൈസലോ. ആ ജനത്തിന് മാത്രമല്ല, സകല ലോകത്തിന്. പ്രൈസലോ. എന്നാൽ സ്പെസിഫിക് ആയിട്ടൊന്ന് ചിന്തിച്ച് പ്രൈസലോ അവരോട് പറയുക: എൻ്റെ മേൽ നിക്ഷിപ്തമായ കർത്തവ്യം എന്താ? ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച. പ്രൈസലോ. നിങ്ങൾ അന്ധകാലത്തിൽ കിടക്കുകയാ, നിങ്ങൾ വെളിച്ചമില്ലാതെ കിടക്കുകയാ, നിങ്ങൾക്ക് വെളിച്ചം തരുവാൻ. ആമേൻ. നിങ്ങളുടെ കണ്ണുകളെ തുറക്കുവാൻ, നിങ്ങളുടെ
ബന്ധനങ്ങളെ അടിക്കുവാൻ കഴിയുന്നവനായ അരുമനാഥനായ കർത്താവ്, ആ മശിഹയാണ് ഞാനെന്ന് അവരോട് കർത്താവ് തുറന്ന് സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ വചനം വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ബന്ധനങ്ങൾ എങ്ങനെ അഴിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുകൾക്ക് എങ്ങനെയാ കാഴ്ച ഉണ്ടായത്, നമ്മൾ എങ്ങനെയാ ദർശനം പ്രാപിച്ചത്, നമ്മൾ എങ്ങനെയാ പ്രത്യാശയുള്ളവരായി തീർന്നത്, നമ്മൾ എങ്ങനെയാ വെളിപ്പാട് പ്രാപിച്ചത്. ആമേൻ. ആ ക്രിസ്തുവിനെ വിശ്വാസത്തിൽ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് നമ്മൾ സ്വീകരിച്ച നിമിഷത്തിങ്കലാണ് നമ്മുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറിയത്, നമ്മുടെ കുരുട്ട് കണ്ണുകൾ തുറക്കപ്പെട്ടത്, നമ്മൾ പ്രത്യാശയുള്ളവരായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വചനം പറയുകയാ. ആമേൻ. ഈ ദൂത് അവരോട് പറഞ്ഞപ്പോ അവര് ചെയ്ത കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 21-ാമത്തെ വാക്യം, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കുക, ഈ തിരുവെഴുത്ത് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. എല്ലാവരും അവനെ പുകഴ്ത്തി. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്ക് നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസേഫിന്റെ മകൻ അല്ലയോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും അവനെ പുകഴ്ത്തുന്നുണ്ട്, ആശ്ചര്യപ്പെടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത വേദഭാഗം വായിക്കുമ്പോൾ അവൻ ചെയ്ത അത്ഭുതങ്ങളിലൊക്കെ അവരെ അതിശയിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവര് കൺക്ലൂഷനിലേക്ക് കടന്നു വരുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ യോസഫിന്റെ മകനല്ലയോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആമേൻ. ഇവരുടെ ബന്ധനങ്ങളെ അടിക്കുവാൻ, ഇവരുടെ കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, അവരുടെ ജീവിതത്തിനകത്ത് രക്ഷണ്യ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ, ആമേൻ, അവരുടെ നടുവിൽ ജീവിച്ച്, ആമേൻ, അവരോട് ഞാൻ മശിഹയാണെന്ന് വെളിപ്പെടുത്തി കൊടുത്ത ആ കർത്താവിൻ്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോ ഇതെത്ര ലാവണ്യ വാക്കുകളാണെന്ന് പറഞ്ഞ് അവർ ആശ്ചര്യപ്പെടുന്നുണ്ട്, അതിശയിക്കുന്നുണ്ട്. എന്നാൽ അവര് പിന്നീട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവൻ നമ്മുടെ മധ്യത്തിൽ വളർന്നവനല്ലേ. ഹല്ലേലൂയ. ഇവൻ ആരാണ്? യോസഫിന്റെ മകനല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അടുത്ത ഒരു വേദഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, നമ്മൾ വായിച്ച ആ വേദഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവൻ യോസഫിന്റെ മകനല്ലയോ, ഇവൻ തച്ചന്റെ മകനല്ലയോ, ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ, ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസേ, ശിമോൻ, യൂദ എന്നിവർ അല്ലയോ, ഇവന്റെ സഹോദരികളെയും എല്ലാം നമ്മോട് കൂടെ ഇല്ലയോ, ഇവന് ഇതൊക്കെ എവിടെ നിന്നെന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോകുവാൻ ഇട വന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ ശ്രദ്ധിച്ച് ദൈവമക്കളെ ആമേൻ ഈ വചനം കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവരുടെ രക്ഷകനായിട്ട് ഇവരുടെ മധ്യത്തിങ്കൽ ഞാൻ മശിഹയാണെന്ന് വെളിപ്പെടുത്തിയ ആ നല്ലവനായ കർത്താവിൻ്റെ വാക്കുകളൊക്കെ അവർ ആശ്ചര്യത്തോടെ കേട്ടു, അത്ഭുത പ്രവൃത്തികളൊക്കെ അവർ കണ്ടു. എന്നാൽ അവർ പറയുന്ന ഒരു കാര്യം, ആമേൻ, ഇവൻ ആരാ? യോസഫിന്റെ മകനല്ലേ, ആമേൻ, മറിയയുടെ മകനല്ലേ, ഇവന്റെ സഹോദരന്മാരെ നമുക്കറിയാവല്ലോ, ഇവന്റെ സഹോദരിമാരെ നമുക്കറിയാവല്ലോ എന്ന് പറഞ്ഞിട്ട്, ഹല്ലേലൂയ, ആ കർത്താവിങ്കൽ അവരെന്ത് ചെയ്തു? ഇടറിപ്പോകുവാൻ ഇട വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യം വചനം പറയുക, ആമേൻ, അവർക്ക് യേശുവുമായിട്ടുള്ള ആ പരിചയം, പ്രൈസ് ദി ലോർഡ്, പരിചയം എന്ന് പറഞ്ഞ ചെറുപ്പം തൊട്ട് ഒരുമിച്ച് കളിച്ച് വളർന്ന്, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, അവരുടെ അയൽവക്കക്കാരനായി ജീവിച്ച് അവരുടെ കൂടെ സഞ്ചരിച്ച്, ഹല്ലേലൂയ, അങ്ങനെ ഒരു യേശു, പ്രൈസ് ദി ലോർഡ്, ആമേൻ, താനാണ് അവർ പ്രതീക്ഷിക്കുന്ന മശിഹ എന്ന് ആമേൻ പറഞ്ഞു വന്നപ്പോ അവർക്ക് ആ യേശുവിനെ അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്നും കൂടെ ഞാൻ മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ കൂടെ ചെറിയ പ്രായം തൊട്ട് തന്നെ കളിച്ച് വളർന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക, ഒരുമിച്ച് പഠിച്ചെന്ന് വിചാരിക്കുക. ആ വ്യക്തി നാളെ പാസ്റ്ററായിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് ആമേൻ നിങ്ങളോട് ആമേൻ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊരു ദൂത് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, എത്ര പേര് ആ ദൂത് വിശ്വസിക്കും? പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ പറയും ഇവനെ നമുക്കറിയാവുന്നതല്ലേ എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിൽ സാരം മനസ്സിലായോ ദൈവമക്കളെ? ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പരിചയം നിമിത്തമായിട്ട് അവർക്ക് യേശുവിലുള്ള ദൈവത്വത്തെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല, അതിനെ അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ജീവിത സാഹചര്യം വെച്ചിട്ട് അവനെ അളക്കുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നത് അവർ ഇടറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു കാര്യം എഴുതിയിട്ടുണ്ട്, അവരുടെ അവിശ്വാസ നിമിത്തമായിട്ട് കർത്താവിന് അവിടെ ഒരു അത്ഭുതവും ചെയ്യുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇത്രയും വിശദീകരിച്ചതിൻ്റെ പിന്നിൽ ഒരു ആത്മീയ അർത്ഥം ദൈവമക്കളോട് സംസാരിക്കുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നമ്മൾ ദൈവത്തിൻ്റെ ഭവനക്കാരാണെന്ന വചനം പറയുന്നത്. നമ്മൾ ആരാ? ദൈവത്തിൻ്റെ ഭവനക്കാര. ഹല്ലേലൂയ.
യേശു കർത്താവിൻ്റെ സഹോദരങ്ങളാണ് നമ്മൾ. പ്രൈസലോ, യേശുവിൻ്റെ സ്നേഹിതരാ നമ്മൾ. പ്രൈസലോ, ഇത് ഞാൻ പറയുന്നതല്ല, വചനത്തിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. ഒന്ന് ദൈവത്തിൻ്റെ ഭവനക്കാരാ, യേശുവിൻ്റെ സഹോദരങ്ങൾ. ഹല്ലേലൂയ, യേശുവിൻ്റെ സ്നേഹിതര നമ്മളെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. പെന്തക്കോസ്തുകാരെ കുറിച്ച് പറയുന്നത് അവർ യേശു 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 കർത്താവ് എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണെന്ന. പ്രൈസലോ, അപ്പം നമുക്ക് ഈ ഒരു ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് വർഷങ്ങളുടെ ഒരു പരിചയമാണ്. പ്രൈസലോ, ഈ പരിചയത്തിനകത്തേക്കാണ് നമ്മൾ ഓരോ ദിവസവും അടുത്തു വരുന്നത്. പ്രൈസലോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. ഈ സാന്നിധ്യത്തിൻ്റെ നടുവിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ, ഹല്ലേലൂയ, പരിചയങ്ങൾ നിമിത്തമായിട്ട്, പാരമ്പര്യം നിമിത്തമായിട്ട് ആ യേശുവിന് കൊടുക്കേണ്ട ബഹുമാനം നമുക്ക് കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ, അവനെ അംഗീകരിക്കേണ്ടതുപോലെ അംഗീകരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ, ബന്ധനങ്ങളെ അഴിക്കാൻ കഴിയുന്നവൻ, കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ കഴിയുന്നവൻ, നമ്മുടെ ജീവിതത്തിൽ പ്രസാദ വർഷം വെളിപ്പെടുത്തുവാൻ കഴിയുന്ന അരുമനാഥനായി കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഉണ്ടെന്ന് വചനം പറയുമ്പോൾ, ഇന്ന് പകൽക്കാലം അവൻ നമ്മുടെ മധ്യത്തിലൂടെ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ആ കർത്താവിന് കൊടുക്കേണ്ട മഹത്വം, ആ കർത്താവിന് കൊടുക്കേണ്ട ബഹുമാനം, ആ കർത്താവിൽ അർപ്പിക്കേണ്ട വിശ്വാസം ഇന്ന് പകൽക്കാലം അർപ്പിക്കുക എത്ര പേർക്ക് കഴിയുന്നുവെന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മുടെ ജീവിതത്തോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ പറയും, ആമേൻ, ഇത് ഞങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് കാണുമല്ലേ, ഹല്ലേലൂയ, കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ വന്നു പോകുകയല്ലേ, ഹല്ലേലൂയ, ആമേ, പ്രൈസലോ, ഹല്ലേലൂയ, ഇവിടെ എത്ര പേര് വന്നു പോയി, ഹല്ലേലൂയ, എത്ര പേര് ഇന്നുണ്ട്, ഹല്ലേലൂയ, ആമേൻ. ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആമേൻ, ഒത്തിരി പേര് വന്നു പോയി, ഒത്തിരി പേര് നിറഞ്ഞിരുന്നു, ആമേൻ, ഹല്ലേലൂയ. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇതിനകത്തൊരു ദൈവ സാന്നിധ്യം ചലിച്ചിരുന്നു, ഹല്ലേലൂയ. ആ ദൈവ സാന്നിധ്യമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കരങ്ങളെ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച്, നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച്, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കേട്ട്, ആമേൻ, നിങ്ങളുടെ ജീവിതത്തെ ഇത്രയും സന്തോഷകരമായ അനുഭവത്തിലേക്ക് ആമേൻ കരം പിടിച്ച് ഉയർത്തിയതെന്ന് ദൈവത്തിൻ്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയോ. ആ സാന്നിധ്യം ഒട്ടും കുറഞ്ഞു പോകാതെ, 2 or 3 പേരുടെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ നടുവിൽ ഞാനുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത ആ കർത്താവിൻ്റെ സാന്നിധ്യം ഇതിന്റെ നടുവിലൂടെ ഉലാവുന്നുണ്ട്. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാല പരിചയം നിമിത്തമായിട്ട് അവന് മഹത്വം കൊടുക്കാതെ പോകരുതെന്ന് ദൈവത്തിൻ്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയോ. ജീവിതത്തിനകത്ത് അനുഭവമുള്ള ദൈവമക്കളെ സന്തോഷത്തോടെ ആ കർത്താവിനെ മഹത്വപ്പെടുത്തുക ഇടവരണമെന്ന് ദൈവത്തിൻ്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസലോ, ഹല്ലേലൂയ, റീബാന ഹംദുന റിഗദലഗ ജാരബ ശൗഡബലഗദല ജാര. ആമേൻ. നസ്രേത്തുകാർ പറയുക, നസ്രേത്തിൽ നിന്ന് നന്മ വരത്തില്ലെന്ന്. പ്രൈസലോ, നസ്രേത്തുകാർ പറയുക, നസ്രേത്തിൽ നിന്ന് ആമേൻ. നമ്മളും പറയുക, ആമേ, പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, വിടുതൽ നടക്കത്തില്ലെന്ന്. പ്രൈസലോ, നമ്മൾ പറയുക, ആമേ, പ്രൈസലോ, ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി കാണാൻ പറ്റത്തില്ലെന്ന്. പ്രൈസലോ, എന്നാൽ നസ്രേത്തുകാർ അത് പറയുമ്പോൾ തന്നെ ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച് എഴുതി വെച്ചു, ആമേൻ, യേശു നസ്രേത്തുകാരൻ എന്ന് അറിയപ്പെടണം. പ്രൈസലോ, ആമേൻ. നസ്രേത്തുകാരൻ എന്ന് അറിയപ്പെടുക മാത്രമല്ല, നമ്മൾ വായിച്ച 2 വേദഭാഗത്ത് നസ്രേത്തിൽ യേശു കടന്നു വന്നു. ഹല്ലേലൂയ, നസ്രേത്തിൽ യേശു ആമേ പ്രസംഗിച്ചു, സംസാരിച്ചു. ഹല്ലേലൂയ, നസ്രേത്തിൽ ദൈവം അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. എന്നാൽ ഒന്നാമത്തെ സംഭവത്തിനകത്ത് ആമേൻ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഉയർന്ന ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് അവനെ തള്ളിയിട്ട് കൊല്ലുവാൻ നസ്രേത്തുകാരെ ശ്രമിച്ചു. പ്രൈസലോ, 2ാമത്തെ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് അവരിടറിപ്പോയി, അവരുടെ അവിശ്വാസ നിമിത്തമായിട്ട് കർത്താവിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഹല്ലേലൂയ, ദൈവമക്കളെ, ആമേൻ, നമ്മൾ ക്രിസ്തുവിലാണെന്ന് പറയാറുണ്ട്. എങ്ങനെയാ ക്രിസ്തുവിലായത്? ക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞാൽ യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിക്കുന്നത് മാത്രമല്ല, ആ ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിനകത്ത് ജീവിക്കുന്നത്, ദൈവഹിതത്തിനകത്ത് ജീവിക്കുന്നത്. പ്രൈസലോ, അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു കാര്യം വചനം വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാ. നമ്മൾ ഇന്ന് എങ്ങനെ ദൈവസന്നിധിയിലായിരിക്കുന്നുവോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിൻ്റെ വിടുതലെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാ. നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോയെങ്കിൽ കർത്താവിനൊന്നും പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുക,
ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് ദൈവത്തിന്റെ വചന വ്യക്തമായി നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാ. ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായോ ദൈവമക്കളെ? 10 വർഷം മുമ്പ് ഞാൻ വിശ്വസിച്ച് എന്തോ നേടി എന്നുള്ളത് കൊണ്ട് ആത്മീയ ജീവിതം പൂർണ്ണമാകുന്നില്ല. ഇന്ന് പകൽക്കാലം ഈ നിമിഷം കർത്താവിന് അതുപോലെ ബഹുമാനം കൊടുക്കുവാൻ കഴിയുന്ന എത്ര ഹൃദയങ്ങളുണ്ട്? അവന്റെ സന്നിധി താഴാനും സമർപ്പിക്കുവാൻ കഴിയുന്ന എത്ര ഹൃദയങ്ങളുണ്ട്? വിശ്വാസത്തിൽ വർദ്ധിച്ചു വന്നിട്ട് ഇന്ന് പകൽക്കാലം എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ഒരു കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറയുവാൻ കഴിയുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? അവർ അധരങ്ങൾ തുറന്ന് അല്പസമയം കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ആ വിടുതലുകളും ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. നിരാശകൾ മാറട്ടെ. ഹല്ലേലൂയ. ചില വഴികൾ അടയപ്പെട്ടത് കൊണ്ട്, നമ്മൾ ആഗ്രഹിച്ചതുപോലെ നടക്കാതെ പോയത് കൊണ്ട് നിരാശപ്പെട്ടിരിക്കുകയല്ല. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തിന്റെ ഹിതത്തിനകത്ത, ദൈവത്തിന്റെ ഇഷ്ടത്തിനകത്ത ആ കർത്താവിന്റെ സാന്നിധ്യം എനിക്ക് വേണ്ടി വെളിപ്പെട്ടിട്ടുണ്ട്. അവന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുക, അവന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുക, അവന്റെ സന്നിധി വിശ്വസിക്കേണ്ടതുപോലെ ഒന്ന് വിശ്വസിക്കുക. എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നുവെന്ന് ആത്മാർത്ഥമായി പറയുക എത്ര പേർക്ക് കഴിയുന്നു? അവരുടെ ജീവിതത്തിനകത്ത് ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കരം അവൻ ചലിക്കുകയാ, അത് വിടുതലായി വെളിപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിടുതലിനുള്ള എല്ലാ സാധ്യതകളും ദൈവം ഒരുക്കി വെച്ചിരിക്കുമ്പോൾ ആ സമൂഹം പറയുക, നസറേത്തിൽ നിന്ന് വിടുതൽ വരത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു, നമ്മൾ എവിടെ വസിക്കുന്നത്? ആ നല്ല മുന്തിരിവള്ളിയില്ല. ആമേ പിതാവാര തോട്ടക്കാരന് സംരക്ഷണം ഒരുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ക്രിസ്തുവിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇതിനപ്പുറത്തൊരു ആത്മീയ തലം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാനില്ല. യുവമക്കളെ, വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിച്ചു കൊടുത്തിട്ട് ആത്മാർത്ഥമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായട്ടെ. പരിശുദ്ധാത്മ ഹൃദയമായി ഓർമ്മപ്പെടുത്തുകയാ, ഇത് വെറുതെ നമ്മൾ വന്നു പോകാനുള്ള ഇടമല്ല. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുമ്പോൾ ആമേ പ്രൈസ് ദി ലോർഡ് സഭാ-ഹോളിൻ്റെ പഴക്കം ആമേൻ ഓരോ വർഷം കഴിയുമ്പോൾ സഭാ-ഹോളിന് പഴക്കം ഉണ്ടാകുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മുടെ ആത്മീയ അനുഭവത്തിന് പഴക്കം ഉണ്ടാകരുത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഹല്ലേലൂയ. ആമേൻ. ഇത് വർഷങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഇതിൻ്റെ പേര് പോകും, ഇതിന് പഴക്കമുണ്ടാകും, ഇവിടെ ഇരിക്കുന്ന മാറ്റൊക്കെ ആമെ പഴകിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ആമെ കാലപ്പഴക്കം കൊണ്ട് പലതും പഴകിപ്പോകുമ്പോൾ പഴകാതെ നിൽക്കേണ്ട ഒന്നുണ്ട്, നാമും നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധം. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്നലകളിലെ പോലെ ഒന്ന് സമർപ്പണത്തോടെ അടുത്തു വരുക കഴിയുന്നുവെങ്കിൽ ഈ ദൈവസഭയുടെ അകത്തളങ്ങളിൽ ഇനിയും ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാനുണ്ടെന്ന് ആത്മാവ് ശക്തമായിട്ട് അമ്മ വിളിച്ചു പറയുക. അത് വിശ്വസിക്കുക. ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുകയാ. അത്തുന റിഗബലഗദരഗ ജീവലബലബലബലബല റിഖബലബലബലബ ശൗലബലഗദര ജാരസിയാദന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റിബലബ ശൗലബലഗദര ജാരസിയാദന. എവിടെ കർത്താവിന്റെ നാമം ഉയർത്തപ്പെടുന്നുവോ, എവിടെ അവനിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കപ്പെടുന്നുവോ, അവിടെ ദൈവത്തിന്റെ കരത്താലുള്ള വിടുതലുകൾ സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ വചന ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. റീബാന ഹത്തുന റിഗബലഗദര ജാരസി. എവിടെ നമ്മൾ പരിശുദ്ധാത്മാവിനെ ലിമിറ്റ് ചെയ്യുന്നുവോ അവിടെ നമ്മുടെ ആത്മീയ വളർച്ച ലിമിറ്റായി പോകുകയാ. എവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ലിമിറ്റ് ചെയ്യുന്നുവോ അവിടെ ആത്മീയ ക്ഷീണത്തിലേക്ക് നമ്മൾ താണുപോകുകയാ. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം, കർത്താവിന് കൊടുക്കേണ്ട ബഹുമാനം, ദൈവത്തിന്റെ സാന്നിധ്യത്തിന് കൊടുക്കേണ്ട ബഹുമാനം, ആ വിശ്വാസം ഒന്ന് കൊടുക്കുവാൻ ദൈവമക്കളെ കഴിയുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ നസ്രത്തിന്റെ അനുഭവങ്ങളെ മാറ്റുവാൻ എന്റെ കർത്താവ് വിശ്വസ്തനെന്ന് ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുകയാ. ഹല്ലേലൂയ.
ഇന്ന് പകൽക്കാലം ഇരുള് നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ ഒരു വിടുതൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. നിരാശയുടെ മണ്ഡലങ്ങളിൽ ഒരു വിടുതൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. Hallelujah, hallelujah. Hallelujah, 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 hallelujah. Dira bala 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 ba shamdala bala bala bala. Rika bala 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 bala. Ribala bala 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 bala. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. നഥനയേൽ പറഞ്ഞു, നീ ദൈവത്തിൻ്റെ പുത്രനാണെന്ന്. പക്ഷേ നസ്രയത്തിൽ ബാക്കിയുള്ളവര് അവനിൽ ഇടറി, അവനെ കൊന്നുകളയാൻ ശ്രമിച്ചു, അവരവിശ്വസിച്ചു, അവർക്ക് ആ വിടുതലിനെ പ്രാപിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുക, നമ്മുടെ മധ്യത്തിങ്കൽ ക്രിസ്തുവുണ്ട്, നമ്മുടെ മധ്യത്തിങ്കൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യത്തെ നമ്മൾ എങ്ങനെ കാണുന്നു? സ്തോത്രം. ആ സാന്നിധ്യത്തെ നമ്മൾ എങ്ങനെ കാണുന്നു? ഇന്നാരൊക്കെ വന്നിട്ടില്ല, അവരെല്ലാം നമ്മൾ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ വിളിക്കും, എന്തുകൊണ്ട് വന്നില്ല? പക്ഷെ എത്ര പേര് അന്വേഷിക്കാറുണ്ട്, കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുണ്ടോ? കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ അകത്തുണ്ടോ, ഞങ്ങളുടെ കുടുംബത്തിലുണ്ടോ? സ്തോത്രം. ജീസസ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഹൃദ്യമായി പറയുകയാ, ആ സാന്നിധ്യത്തിന് മാത്രമേ നസ്രയത്തിൻ്റെ ഇരുളിനെ മാറ്റാൻ പറ്റത്തുള്ളൂ. ആ സാന്നിധ്യത്തിന് മാത്രമേ ബന്ധനം അഴിക്കാൻ പറ്റത്തുള്ളൂ. ആ സാന്നിധ്യത്തിന് മാത്രമേ ഒരു പ്രകാശം നമ്മുടെ ജീവിതത്തിൽ തരാൻ പറ്റത്തുള്ളൂ. ആ സാന്നിധ്യത്തിന് മാത്രമേ വഴി കാണിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ണുകളടച്ചാട്ടെ. സ്തോത്രം. ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവജനമേ, നമ്മൾ കർത്താവിനെ ബഹുമാനിച്ചേ മതിയാകത്തുള്ളൂ. ദൈവജനമേ, നമ്മൾ കർത്താവിൽ വിശ്വസിച്ചേ മതിയാകത്തുള്ളൂ. നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തെങ്കിലും ഇടർച്ചയുണ്ടെങ്കിൽ സ്തോത്രം. കഴിഞ്ഞ ദിവസം കേട്ടത് മുഷിഞ്ഞു പോകരുതെന്ന. മുഷിഞ്ഞു പോകരുത്. നമ്മൾ ദൈവത്തോട് മുഷിഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. ജീസസ്. നമ്മൾ ദൈവത്തോട് മുഷിഞ്ഞിരിക്കുകയാണോ? സ്തോത്രം. പകൽക്കാലം പരിശുദ്ധാത്മാവ് ഹൃദയമായിട്ട് പറയുന്നു, ജീവിതത്തിൻ്റെ അല്പസമയങ്ങളെങ്കിലും വേർതിരിച്ചു വെച്ചിട്ട് ആ സമയത്ത് ദൈവസന്നിധിയിൽ ഇരുന്ന് കരയണം. ദൈവമേ, മുഷിഞ്ഞു പോയിട്ടുണ്ട്, പിറുപിറുത്ത് പോയിട്ടുണ്ട്, ദൈവഹിതം മനസ്സിലാക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്, ബഹുമാനം തരാതെ പോയിട്ടുണ്ട്, വിശ്വസിക്കാതെ പോയിട്ടുണ്ട്, ലാഘവത്തോടെ ഇരുന്ന് പോയിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണമേ, എന്നെ ഒന്ന് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, ആ സാന്നിധ്യത്തിന് കൊടുക്കേണ്ട ബഹുമാനവും മഹത്വവും കൊടുക്കുക, എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോടൊന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നസ്രയത്തിന്റെ ഇരുളും മാറുക. ആ സാന്നിധ്യം മതിയെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. യോവൈതലേ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വെളിച്ചം കാണാതെ കിടക്കുന്ന ഏത് മേഖലയാണെങ്കിലും ഇന്ന് പകൽക്കാലം ആ സാന്നിധ്യം വെളിപ്പെട്ടാൽ അവിടെ പിന്നെ ഇരുളില്ല, അവിടെ വെളിച്ചമാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കാം.